പാതയോരത്തെ ഓടകൾ അടഞ്ഞത് കാരണം ശക്തമായ മഴ സമയങ്ങളിൽ ഓട നിറഞ്ഞ സമീപത്തെ വീടുകളിലേക്ക് വെള്ളം കയറുന്നതായി പരാതി. പുനലൂർ നഗരസഭയിലെ കൊച്ചുകലിങ്ങ് അലിഫ്ന മൻസിലിൽ സുബൈദ ബീബിയാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ചാലക്കോട് കാഞ്ഞിരമല്ല പാതയിൽ കൊച്ചുകലിങ്ങ് മേഖലയിലാണ് ഓടകൾ അടഞ്ഞത് കാരണം മലിനജലവും മഴവെള്ളവും സമീപത്തെ വീടുകളിലേക്ക് പ്രവേശിക്കുന്നത്. പാതയോരത്തെ കാറ്ററിംഗ് യൂണിറ്റിൽ നിന്നും വലിയ തോതിൽ മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും ഓടയിലേക്കാണ് നിക്ഷേപിക്കുന്നതെന്നും ഇത് കാരണമാണ് ഓട പൂർണ്ണമായും അടഞ്ഞതെന്നും പരാതിക്കാർ ആരോപിക്കുന്നു. അത് സാറേ, ഇവിടെ ഞങ്ങൾ വീടിൻ്റെ അകത്ത് നിൽക്കുമായിരുന്നു. നിന്നപ്പോൾ വീടിനകത്ത് മൊത്തം വെള്ളം കയറി. അങ്ങനെ ഞങ്ങൾ ഓടി വന്നപ്പോൾ പിന്നെ വീടിനകം മൊത്തം വെള്ളവും കയറി, മിറ്റിലും പൈപ്പും എല്ലാം പൊട്ടി. അന്നേരം തന്നെ ഫോട്ടോ എടുത്ത് പിന്നെ ചാലക്കോട് വാർഡിലെ കൗൺസിലറെ അറിയിച്ചു. കൗൺസിലറിൽ നിന്നുണ്ടായ നടപടി എന്ന് പറഞ്ഞാൽ കൗൺസിലർ അംഗൻവാടി റെഡിയാക്കുക, കൗൺസിലർ കുറച്ച് കഴിയുമ്പം വരാമെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് ഞാൻ വിളിച്ചിട്ട് വന്നില്ല. ഈ ഓടയ്ക്കകത്തുനിന്ന് അപ്പുറത്തെ വീട്ടിലും വെള്ളം കയറി. ഈ ഓടയ്ക്കകത്തുനിന്ന് ഇത്രയും വേസ്റ്റുകൾ വരാൻ കാരണം ഇവിടെ ഒരു കാറ്ററിങ്ങുകാർ ഉണ്ട് എന്നാണ് അറിയുന്നത്. ആ കൈതച്ചക്കയുടെയും പിന്നെ കോളിഫ്ലവർ, ഉള്ളിത്തൊലി, കരിക്കട്ട, വിറക് കൊള്ളിയുടെ കഷണങ്ങൾ അതാണ് വന്ന് ഈ ഓടയ്ക്കകത്ത് അടിയുന്നത്. ഇവിടെ താന്ന് കിടക്കുന്നത് കൊണ്ട് വെള്ളം പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ വീട്ടിൽ കയറി എനിക്ക് സുഖമില്ലാത്തതാണ്. അപ്പം മോന് സുഖമില്ലാതിരിക്കുക. രാത്രിയിലെങ്ങാണോ വെള്ളം കയറി അത് വന്ന് ഇടിഞ്ഞു വല്ല മതിലും ഇതെല്ലാം കൂടി ഇടിഞ്ഞു പോയാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. മുനിസിപ്പാലിറ്റിയിൽ ഇതിനു മുമ്പേ ഞാൻ പല പ്രാവശ്യവും ഒരു പരാതികൾ ഇവിടുത്തുകാരെ എല്ലാവരെയും കൂടെ ചേർത്ത് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നാൾ വരെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു നടപടികളും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോഴായാലും വാർഡ് കൗൺസിലറോട് പറഞ്ഞു. പഴയ വാർഡ് കൗൺസിലർ റഹീമാക്കായെ വിളിച്ച ഉടനെ തന്നെ പുള്ളിക്കാരൻ വന്നു വാട്ടർ കണക്ഷന് പിന്നെ അത് നിർത്താനുള്ള ഇടപാട് റഹീമാക്ക ചെയ്തു വന്നു. ഇവിടുത്തെ കൗൺസിലറല്ല, മുൻ കൗൺസിലർ എന്നേ ഉള്ളൂ റഹീമാക്ക. കൗൺസിലറെ വിളിച്ചിട്ട് ഈ സമയം വരെ വന്നിട്ടില്ല. ഞാനപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് മുനിസിപ്പാലിറ്റി പോയി പരാതി കൊടുക്കും. ഞാൻ പറഞ്ഞു ഫേസ്ബുക്കിൽ ഇടാൻ പോവാ, ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞപ്പോൾ നീ ഫേസ്ബുക്കിൽ ഇട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഓരോ വീട്ടുകാർ മാത്രം പോയി മുനിസിപ്പാലിറ്റി പരാതി പറയുന്നതിലും പിന്നെ താത്തായി ഇവിടുത്തെ കൗൺസിലർ ആക്കിയില്ല, കൗൺസിലർ വന്ന് ഇത് നോക്കി വേണ്ട നടപടികൾ സ്വീകരിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വരാം, എനിക്ക് അവിടുത്തെ ജോലി കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇതൊരു പ്രാവശ്യം ഒന്നുമല്ല, ചെറിയൊരു മഴ പെയ്താലും എൻ്റെ വീടിനകത്ത് വെള്ളം കയറുക. വീടിനകം കടയ്ക്കകവും പിന്നെ എല്ലാം വെള്ളം കയറി, മിറ്റിലിട്ടത് മൊത്തം ഒഴുകിപ്പോയി. അതുകൊണ്ട് മതിലിൻ്റെ കല്ല് വരെ തെളിഞ്ഞു വന്നു. അതേത് നിമിഷവും ഇടിഞ്ഞു വീഴാം. ആ രീതിയിലാക്കിയിരിക്കുക. അതുകൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒരു നടപടി ഉണ്ടാകണം ഇതിന്. സംഭവവുമായി ബന്ധപ്പെട്ട നിരവധി തവണ നഗരസഭയോടും വാർഡ് കൗൺസിലറോടും പരാതികൾ പറഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല. ഈ ഓടയാണ് ഇച്ചിരി മുമ്പോട്ട് വന്നേ അതൊക്കെ കാണാനൊക്കത്തുള്ളൂ. ആ വേസ്റ്റ് ഒന്ന് ഇടിഞ്ഞു കിടക്കുന്നതേ വീഴത്തില്ല, ഒന്നും വീഴത്തില്ല, പേടിക്കില്ല. ശരി, ഓക്കെ. ഇതാ എൻ്റെ മെയിൻ ഓട. അവർ പറയുന്നത് എന്തുവാണെന്നറിയോ? കൗൺസിലറുടെ അടുത്ത് പറഞ്ഞത് ഇത് മാസപ്പടി കൊടുത്ത് അവരവിടെ കാട്ടിൽ നടത്തുക. അവര് 10-13 കുടുംബം കഴിയുന്നതാണ്. നമ്മളെല്ലാവരും എങ്ങനെ ആയിക്കോട്ടെന്ന് അവർ പറയുന്നത്. എഴുത്തുകാർ വന്നിവിടെ, എഴുത്തുകാർ വന്നപ്പോഴും പറഞ്ഞ അങ്ങനാണ്. ഇവിടെ മുനിസിപ്പാലിറ്റി അവരെ കെട്ടിവെച്ചാ അവര് ഈ പരിപാടി നടത്തുന്നതാണ്. ഇതെല്ലാം ചാക്കി വാരി വെച്ചത് മഴ വരുമ്പോൾ എടുത്ത് കൊട്ടുപോകും. അത് ഇവിടെ വന്നാൽ ഇതിന് പാർട്ടി വന്നെങ്കിൽ അപ്പോൾ കാണിക്കാനും പറഞ്ഞിരുന്നതാണ്. എന്തായാലും വന്ന്
മഴയായി കഴിഞ്ഞാൽ മാലിന്യങ്ങൾ ഉൾപ്പെടെ ഒഴുകി സുബൈദ ബീബിയുടെ വീടിനുള്ളിലേക്കാണ് പ്രവേശിക്കുന്നത്. ഓടകൾ അടഞ്ഞത് കാരണം മലിനജലം ഒഴുകിപ്പോകാത്തതും അമിത ദുർഗന്ധത്തിന് കാരണമാകുന്നുണ്ട്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.